നമസ്കാരം. ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചേർഡ് ന്യൂസാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഭയങ്കര എക്സൈറ്റിംഗ് ആട്ടോ. ഏതാണെന്നല്ലേ നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിഴിഞ്ഞം പോർട്ടാണ് പ്രതിപാദിച്ചത്. ഇന്നും വിഴിഞ്ഞം പോർട്ട് ഇതിലുണ്ട് കേട്ടോ. കാരണം നമ്മുടെ എല്ലാം രാജ്യത്തിന് വളരെയധികം മുതൽക്കൂട്ടാവുന്ന ഒരു അന്താരാഷ്ട്ര വാണിജ്യ ശൃംഖലയാണ് വരാനായിട്ട് പോകുന്നത്. ആ വാണിജ്യ ശൃംഖലയുടെ പാർട്ടാവാൻ വിഴിഞ്ഞവും ഒഴുകിക്കഴിഞ്ഞു. വിഴിഞ്ഞമായിരിക്കും ഈ ഒരു വാണിജ്യ ശൃംഖലയിലെ പ്രധാനപ്പെട്ട ഹബ്ബും പോർട്ടും. ഇനി വാണിജ്യ ശൃംഖല എവിടെ നിന്നാണെന്ന് തുടങ്ങുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തു നിന്ന് തുടങ്ങി മുദ്ര പോർട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് തിരുവനന്തപുരം കണക്ട് ചെയ്ത് കൊളംബോയിലേക്ക് പോകുന്ന ഒരു അന്താരാഷ്ട്ര വാണിജ്യ റൂട്ടാണിത്. ഇതിൻ്റെ പ്രധാന ഹബ്ബ് മിക്കവാറും വിഴിഞ്ഞം തന്നെയായിരിക്കും. കാരണം ഇന്ത്യയിൽ ആ സമയത്ത് ഇത് ലോഞ്ച് ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിഴിഞ്ഞം മാത്രമേ മദർ പോർട്ടായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള പലവിധ സാധനങ്ങളും പ്രോഡക്ട്സും എല്ലാം നമുക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വഴിയേ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊളംബോ സിംഗപ്പൂർ പോർട്ടിനെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന സംഗതി പറയാനുള്ളത്, ഈ 4 പോർട്ടുകൾക്കും മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ 4 പോർട്ടും ഹാൻഡിൽ ചെയ്യുന്നത് അദാനി പോർട്ട്സാണ്. അപ്പോൾ ഈ 4 പോർട്ടും വെച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു ശൃംഖലയാണ് അദാനി ബിൽഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ നോക്കുന്നത്. നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള പ്രോഡക്റ്റ്സ് എല്ലാം നമുക്ക് 10 ദിവസം കൊണ്ട് നമുക്ക് യൂറോപ്പിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും കപ്പലിൽ കയറ്റി ദുബായ് പോർട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം ദുബായ് പോർട്ടിൽ നിന്ന് ജോർദാനിലേക്കും അതുപോലെ തന്നെ ഹൈഫ തുറമുഖത്തിലേക്കും റെയിൽ മാർഗം കൊണ്ടുപോവുകയും അതിനെ യൂറോപ്പിലേക്ക് അവിടെ നിന്നും കയറ്റി വിടുകയും ചെയ്യുന്ന ഒരു രീതിയായിരിക്കും അവലംബിക്കുക എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. ഇത് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു പത്രവാർത്ത വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുറച്ചുകൂടെ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടുമാണ്. അപ്പോൾ ചിലപ്പോൾ ഭാവിയിൽ മാറ്റങ്ങളൊക്കെ വരാം. പക്ഷേ എന്നിരുന്നാലും വളരെ നല്ല രീതിയിലുള്ള ഒരു ശൃംഖല തന്നെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. യൂറോപ്പിൽ നിന്നുള്ള സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിൻ്റെ കവാടമായിട്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് തിരുവനന്തപുരത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ മുദ്ര പോർട്ട്, നമ്മുടെ ഹൈഫ പോർട്ട്, കൊളംബോ പോർട്ടുമായിട്ട് ഒരു നല്ലൊരു വാണിജ്യ ബന്ധവും ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒട്ടനവധി കപ്പലുകൾ നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ എത്തിച്ചു തരും. നമുക്കൊരു പോർട്ടുണ്ടായാൽ മാത്രം പോരാ, പോർട്ടിലേക്ക് കപ്പലെത്തണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ മികച്ച രീതിയിലുള്ള പ്ലാനിങ്ങുമായിട്ട് അദാനി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം നമ്മളെ പോർട്ടും വളരുന്നുണ്ട്, നമ്മുടെ രാജ്യം വളരുന്നുണ്ട്. രാജ്യത്തിലേക്ക് ഒട്ടനവധി ഫോറിൻ കറൻസി ഇതിലൂടെ വരികയും ചെയ്യും. അപ്പോൾ അതിലൂടെ നമുക്ക് മുൻപോട്ട് പോയി വിജയത്തിലേക്കും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിലേക്കും എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ പല ഇൻ്റർനാഷണൽ ഏജൻസീസും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രോത്ത് റേറ്റ് മറ്റേത് രാജ്യത്തിനേക്കാളും കൂടുതലായിരിക്കും അടുത്ത 10 വർഷത്തിൽ നിന്നാണ് ഇപ്പോൾ പല ഏജൻസികളും പറയപ്പെടുന്നത്. ഇപ്പോൾ 90കളുടെ ഒരു സ്ഥിതി എടുക്കുകയാണെങ്കിൽ 90കളിൽ ഇന്ത്യയും ചൈനയും ആക്ച്വലി ഒരേപോലത്തെ എക്കണോമിക് ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമായിരുന്നു. പക്ഷേ ചൈന ഇന്ത്യയിൽ നിന്നും 5 മടങ്ങ് മുന്നേറി. പക്ഷേ അടുത്ത ഒരു ഡെക്കേഡിൽ ഇന്ത്യയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ആ ചൈന നേടിയ ആ 5 ടൈംസ് ഇന്ത്യ ആയിരിക്കും നേടുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് കൊണ്ടുവന്നേ മതിയാവത്തുള്ളൂ. ലോകം മുഴുവനും നമ്മുടെ ഈ ഇന്ത്യ എന്ന രാജ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ ഒരു പ്രധാന ശക്തിയായിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പോർട്ടുകൾ സ്ട്രെങ്തൻ ചെയ്യണം. അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്കണോമിക് റൈസ് വളരെയധികം സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ പോർട്ടുകൾ ചെലുത്തുന്ന ആ ഒരു ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും പോർട്ടുകൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മുടെ തിരുവനന്തപുരത്തെ ഈ വിഴിഞ്ഞം പോർട്ട് ഒരു നിമിത്തമാകുന്നു എന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാവുന്നൊരു കാര്യമാണ്. എല്ലാ മലയാളികൾക്കും ഇതിൽ കുറച്ചൊക്കെ ഒരു അഹങ്കാരമൊക്കെ ഇച്ചിരി നമുക്ക് കൊണ്ടുവരാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരും സ്വകാര്യ അഹങ്കാരമായിട്ട് ഇത് മാറട്ടെ. നമുക്ക് ഈ ഒരു വാണിജ്യ ശൃംഖല മറ്റ് വാണിജ്യ ശൃംഖലകൾ കൂടി ഇതിനോടൊപ്പം കൂടിച്ചേരട്ടെ. അതുമാത്രമല്ല, ഇപ്പോൾ കെനിയ, ടാൻസാനിയ, വിയറ്റ്നാം പോലുള്ള സ്ഥലങ്ങളിലും ഇപ്പോൾ അദാനി പുതിയ പോർട്ടുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലേക്കും ഈസ്റ്റേൺ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും എല്ലാം തന്നെ വളരെ വലിയൊരു വാണിജ്യ മാരിടൈം ശൃംഖല ഇവിടെ നിന്നും പടർന്ന് ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനി അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും എല്ലായിടത്തേക്കും വ്യാപിക്കട്ടെ എന്ന് ഒരാഗ്രഹം മാത്രമേ നമുക്ക് ഉള്ളൂ. ആ ആഗ്രഹവും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട്
ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രേണസ് രാജ്. ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.